ഗോപു, എന്നാ ഞാൻ ആകെ മൊത്തം ടെൻഷനില്ല. എന്ത് പറ്റിട്ടാ? പരീക്ഷ വരികയല്ലേ? അത് ശരിയാ. ഇപ്പൊ അതെനിക്കും ഉണ്ട്. അത് തന്നെ, അതുകൊണ്ടാ നിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അത് ബോർഡ് എക്സാം എഴുതാൻ പോണ കുട്ടികളുടെ പാരന്റ്സിന്റെ ടെൻഷൻ. അതെ, ബോർഡ് എക്സാം എത്തിയിട്ടില്ല. എന്നാലും ഈ ടേം എക്സാംസ് വരുമ്പം ഏകദേശം ബോർഡ് എക്സാം പോലെ തന്നെയാണല്ലോ അതിനെ അതെ അതെ അതെ. എടുക്കുന്നത്. ഇപ്പോഴത്തെ ഈ എക്സാംസ് എന്ന് പറഞ്ഞാൽ ശരിക്കില്ലേ, എനിക്കറിയില്ല. ഞാൻ ഇന്ന് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ആലോചിക്കുകയായിരുന്നു. എന്റെ പരീക്ഷ ഞാൻ 10th എഴുതുമ്പം, ദൈവമേ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നേ. ഇപ്പം ഫുൾ ഫാമിലിയാണ് പ്രിപ്പയർ ചെയ്യുന്ന ബോർഡ്സിന്. സത്യം. അതെ. പണ്ട് സ്റ്റുഡന്റ് ആയിരുന്നു പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ ഫുൾ ഫാമിലി, അതായത് ഗ്രാൻഡ് പാരന്റ്സും പിന്നെ ആൻസും അങ്കിൾസും കസിൻസും. പാരന്റ്സ് പിന്നെ പറയും വേണ്ട. അത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബുക്ക് വായിക്കുന്ന ശീലം എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോവൽസും ഒന്നും വായിക്കാൻ വേണ്ടി പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഇവിടെ എൻ്റെ ചേച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ചേച്ചി എങ്ങനെയാണെന്നറിയോ? പരീക്ഷയുടെ മുമ്പേ പഠിക്കുന്ന ചേച്ചിയുടെ ബുക്ക് വെക്കും, ഉം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറി ബുക്ക് ഉണ്ടാവും. ഓ. എന്നിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ, ഒരു മൂലയ്ക്കാ പോയിരിക്കുന്നത്. ഉം. അപ്പൊ മമ്മി എങ്ങാണ് ആ റൂമിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഉം. ഓ, ചേച്ചി ഇരുന്ന് പഠിക്കുക. ഉം. ഇപ്പൊ ഞാൻ കുറെ ട്രെൻഡിലൊക്കെ അത് കാണുന്നുണ്ട് കേട്ടോ. കുറെ ട്രെൻഡ് ഇതിലായിട്ട് കാണുന്നുണ്ട്. പിള്ളേരിങ്ങനെ ബുക്ക് ഉള്ളിൽ വെച്ചിട്ട്, ഉം. നോവൽ ഉള്ളിൽ വെച്ചിട്ട്, ബുക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് വായിക്കുന്നത്. പക്ഷെ അന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു, ഉം. മിണ്ടരുത്, പറയരുത്, പറയരുതെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ 2 പാര വെച്ചേനെ ഞാൻ. ഇപ്പൊ പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പൊ അവരുടെ ടാബും ഫോണിലും വി ആർ വാച്ചിങ് വീഡിയോസ്. ആ, എന്തോ എഡ്യൂക്കേഷണൽ വീഡിയോസ് വായിക്കുക എന്നാണ് പറയണത്. അതിന്റെ ഇടയിൽ കൂടി മെസ്സേജസോ അവർക്ക് ഇഷ്ടപ്പെട്ട റീലോ കാണുന്നുണ്ടോ എന്ന് നമുക്ക് അറിയൊന്നുമില്ല. അപ്പൊ ടാക്ടിക്സ് എന്നും. അത് ശരിയാ പറഞ്ഞ. ഈ കൊറോണ ടൈമില് ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് നമുക്കൊക്കെ ഗാഡ്ജറ്റ്, എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് കുട്ടിക്ക് കൊടുക്കേണ്ടി അതെ വന്നു. അതെ സത്യം. അതിന്റെ ശരിക്കും ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ കാണാനുള്ളത്. നോക്കുമ്പോ പഠിക്കുകയാണ്, പിന്നെ ഒന്ന് ഡോറ് പോയി തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോസ്, ആനിമേ ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നത്, ഇപ്പൊ ബ്രേക്ക് തുടങ്ങിയേ ഉള്ളൂ മമ്മന്ന്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാലും ചോദിക്കുമ്പോ, അയ്യോ, ആ ബ്രേക്ക് കഴിഞ്ഞാൽ പഠിക്കുകയായിരുന്നു, ഇതിപ്പോ ബ്രേക്ക് തുടങ്ങിയുള്ളൂ എന്ന് പറയും. ഇത് എങ്ങനെ ഫാമിലി ടെൻഷൻ ആവാണ്ടിരിക്കും? അതെ, നമ്മളും ആക്ച്വലി കൺസേൺഡ് ആണ്. പിന്നെ കുട്ടികളുടെ എണ്ണം ഇപ്പൊ ഫാമിലിയിൽ ഒരു അതെ. 5-8 കുട്ടികൾ ഉണ്ടായിരുന്നവര് പിന്നെ 5 ആയി. ഇപ്പൊ 1 or 2, 2 or 3 കുട്ടികളെ മാക്സിമം ഉള്ളൂ. അപ്പൊ എന്താ അറിയോ, പ്രത്യേകിച്ച് പിന്നെ ഈ സ്കൂളുകാരും LKG UKG തൊട്ടേ പാരന്റ്സിനെ വിളിച്ച് ഓറിയന്റേഷന് വിളിക്കുന്നുണ്ട്. ആ. അപ്പൊ അവര് നമ്മളെയും ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് കുട്ടീന്റെ മാർക്സിനും അല്ലെ, അതെ, അതെ, ബിഹേവിയറിനും ഒക്കെ. അതെ, അതെ. പണ്ട് വർഷത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യം ഒരു പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും. അന്ന് പോയി റിപ്പോർട്ട് കാർഡ് കളക്ട് ചെയ്യും. എക്സ്ട്രീംലി ബ്രില്യന്റ് കുട്ടികളെ പറ്റിയിട്ട് കുറച്ച് കമന്റ്സ്, അല്ലെങ്കിൽ തീരെ പഠിക്കാതെ ഇത്തിരി ടൈം വേസ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പറ്റി. അല്ലാതെ ഒരു മീഡിയോക്കർ ചൈൽഡിനെ പറ്റിയൊന്നും അധികം ഒന്നും ടീച്ചേഴ്സ് ഒന്നും പറയില്ല. അതെ. ഇപ്പൊ അങ്ങനെയല്ല. ഓരോ സ്റ്റുഡന്റിനെയും വിളിച്ചിട്ട് അവരേതൊക്കെ സെക്ഷനിലും ഇംപ്രൂവ് ആയിന്നും എവിടെ അതെ, കുറഞ്ഞു എന്നും അതെ. പറയുമ്പം പാരന്റ്സിന്റെ ഗൈഡൻസോ പാരന്റ്സിന് കുറച്ച് അവയർനെസ്സോ വേണം. അങ്ങനെ സത്യം. വരുന്നുണ്ട് ഇപ്പൊ അ സിസ്റ്റം. അതെ, അതെ. ആ സിസ്റ്റം മാത്രല്ല, ഇപ്പൊ കുട്ടികളും കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ അവര് ഈ എക്സാംസിനെയും അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്ന ഒരു കാലമായിട്ടല്ല ഞാനിപ്പോ കാണുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ ഞാൻ എൻ്റെ ഒരു സറൗണ്ടിങ്സിൽ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം എൻ്റെ മൂത്ത മോളാണെങ്കിലും 10th പരീക്ഷയ്ക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 25 നോവൽസ് ആണ് വായിച്ചത്. 25 to 30. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, മമ്മ, ഐ ആം ഇൻ മൈ 14th ബുക്ക്, ഐ ആം ഇൻ മൈ 15th ബുക്ക്. ഇത് എന്തിന് എന്റെ BP കൂട്ടാനോ? പക്ഷെ വായിക്കുന്നത് ശരിയാണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. വായിച്ചോട്ടെ, വായിച്ചു കഴിഞ്ഞ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലൊന്നും പറയാനില്ല കേട്ടോ. ഇവരൊക്കെ നന്നായിട്ട് മാർക്സ് വാങ്ങുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ രണ്ടും ബാലൻസ് ചെയ്ത് പോവാൻ പറ്റുന്ന കുട്ടികൾക്ക് ചെയ്യാം. അതിന്റെ പക്ഷെ കൂടെ ഞാൻ ചോദിക്കുന്ന, അത് കാണുമ്പോ ആ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട്. ആ പിന്നെ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു പേഴ്സി ജാക്സന്റെ ആ ഫസ്റ്റ് സീരീസ് അവര് ഇറക്കിയത് നെറ്റ്ഫ്ലിക്സിൽ. അന്ന് അതിന്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഉം. ആ ഇൻട്രസ്റ്റ് കാണാം. അവര് എപ്പോ പബ്ലിഷ് ആവുന്നോ അപ്പൊ കാണാൻ വേണ്ടി ഈവനിങ് വന്നിങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ മനസ്സിലോർക്കും, ദൈവമേ, എന്റെ മോള് 10ൽ തന്നെയല്ലേ പഠിക്കുന്നത്. ഇതേ അവസ്ഥയാണ് ഇപ്പം. അതുകൊണ്ടാണ് ഫാമിലി മുഴുവൻ ആ ഒരു ടെൻഷൻ ആവണമെന്ന് എനിക്ക് തോന്നുന്നു.
അത് ഓക്കെ, ശരിയാണ് നീ പറഞ്ഞ അങ്ങനെയും ഉണ്ടാവും. പക്ഷെ അത് അവരുടെ ബ്രേക്ക് ടൈം അവർ എൻജോയ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അതെ. അതിനൊരു ഡെഫിനിഷൻ വേണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കുട്ടികൾക്ക് ചെയ്യേണ്ടത് അവർ ചെയ്തോട്ടെ. പക്ഷെ അവർക്ക് തന്നെ ഒരു സ്വയം ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എനിക്ക് ഇത്രയും പഠിക്കാനുണ്ട്, പഠിച്ചു തീർക്കണം. പിന്നെ അവരെ മനസ്സിൽ അവർക്കൊരു ടാർഗറ്റ് മാർക്സ് അവർക്കുണ്ടെങ്കിൽ, ആൾക്കാരെന്ത് ഉം. പറയും, പാരന്റ്സ് അത് ചെയ്തു, അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നു, ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നു. പ്രഷറൈസിങ്ങിന്റെ കാര്യമല്ല, എല്ലാ കുട്ടികൾക്കും ഒരു ambition ഉണ്ടാവുമല്ലോ. ഉം. ബുദ്ധി കൂടുന്തോറും അവർക്ക് കുറച്ചും കൂടി ഫോക്കസും കൂടി വരണം എന്നാ ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്തിട്ടും ഉം. കുട്ടികൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു ഉം. ദാറ്റ് ദേ ആർ ബീൻ സ്ട്രെസ്ഡ്? എന്തുകൊണ്ടായിരിക്കും? അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ദേ ഡോണ്ട് ലൈക്ക് ടു ബി സ്റ്റോപ്പ്. ആ. അവരെന്ത് എപ്പോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദേ ലൈക്ക് ടു ഡു ഇറ്റ് അങ്ങനെ. ഉം. അവര് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ പഠിക്കാൻ വിടുക. അവർക്ക് കളിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ടാബ് നോക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ ടാബ് നോക്കാൻ വിടുക. അതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എന്താണ്, പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നോണ്ടായിരിക്കില്ല. ഉം. അവരുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ടോ അവരുടെ ടൈമിങ്ങിനനുസരിച്ച് ചില കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പാട്ട് കേട്ട് പഠിക്കാനാ ഇഷ്ടം. അതെ. നമ്മളെന്താ കേട്ട് വളർന്നതെന്ന് വെച്ചാല് കോൺസെൻട്രേഷൻ, ഫോക്കസ് വേണം, ഡിസ്ട്രാക്ഷൻസ് പാടില്ല എന്ന്. പക്ഷെ ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. കുറെ പാരന്റ്സും പറയുന്നുണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാ ചെയ്തത്, ഞങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇപ്പം വേറൊരു ആർഗ്യുമെന്റും കൊണ്ട് മോള് വന്നത് എന്താന്ന് വെച്ചാല്, മ്യൂസിക് അല്ല ഞാൻ പറയുന്നത്. അതിനെന്തൊരു ടേം ഉണ്ട്, ടേം എനിക്ക് ഓർമ്മയില്ല. വാട്ടർ, ഫ്ലോയിങ് വാട്ടർ അല്ലെങ്കിൽ ബ്രീസ് അല്ലെങ്കിൽ ഓ, മറ്റേ സൂതിങ് സൂതിങ്. ആ മ്യൂസിക് കേട്ടാൽ മൈ കോൺസെൻട്രേഷൻ സ്റ്റേസ് വിത്തിൻ ആ റെൽം, ഇറ്റ് ഡസൻ ഗോ ബിയോണ്ട്. അതുകൊണ്ട് ഞാൻ അത് കേട്ടിട്ടാണ് പഠിക്കുന്നത്. അല്ല, ഇതേ ഡയലോഗ് ആണല്ലോ എന്റെ മോളും വന്നു പറഞ്ഞത്. അപ്പൊ ഇവര് സ്കൂളിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് Maybe. എനിക്കൊരു കാരണം സംശയം. ഇതിന് അഗേൻസ്റ്റ് എനിക്കും ആർഗ്യുമെന്റ് ഒന്നുമില്ല. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത കാര്യമല്ല. പക്ഷെ നമുക്ക് പണ്ടത്തെ വെച്ച് ഇപ്പം കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡിസിപ്ലിൻ വേണം. പഠിക്കേണ്ടത് പഠിക്കുക തന്നെ വേണം. പഠിച്ച് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതെ. മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കണ്ടേ. അതെ. പിന്നെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ വൈ നോട്ട് സിറ്റ്. ഇവിടെ എനിക്ക് പറയാനുള്ള ഓൾവേസ് കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. ഉം. നമ്മളുടെ കഴിവ്, അതെ. എന്റെ ഒരു കഴിവ് എനിക്കറിയാം. ഇപ്പൊ ഉം. തുമ്പിയെ കൊണ്ട് വലിയ Correct. കല്ലെടുപ്പിച്ചിട്ട് കാര്യമില്ല. ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ് ഇറ്റ് വിൽ ഡ്രോപ്പ് ഇറ്റ്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്റെ കഴിവ് സ്വന്തമായി മനസ്സിലാക്കണം. എനിക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, then do my best. അതെ. Don't compete with others. അങ്ങനെ ആവുമ്പോഴാണ് ഈ കൂടുതലും ഒട്ടും നല്ലൊരു കോമ്പറ്റീഷനേ അല്ലാണ്ട് വരുന്നത്. അൺഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് പോണ്ട. പിന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക, റാങ്ക് വാങ്ങുക, അതല്ല ഇന്റൻഷൻ. നിങ്ങൾക്ക് എന്ത് ഗോൾ ഉണ്ടോ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുക. Correct. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് കഴിയുന്ന ആ സ്ഥലത്തുനിന്ന് ചെറിയ ചെറിയ മടി കാരണോ പിന്നെ പ്രഷർ വിൽ ബി ദെയർ. അതെ. അത് ത്രൂ ഔട്ട് യുവർ ലൈഫ് പല സ്റ്റേജിൽ പല ഫോമിൽ ദെയർ വിൽ ബി പ്രഷർ. ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ ആയിട്ടോ പാരന്റ്സ് ആയിട്ടോ ചിലർക്ക് സിബ്ലിങ്സ് ആയിട്ടോ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ എൽഡർ വൺ, സീനിയർ ഏട്ടനോ ചേച്ചിയോ ആരാണെങ്കിലും അവരുടെ സ്റ്റഡി പാറ്റേൺ വേറെ ആയിരിക്കും. അവർ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കോ അല്ലെങ്കിൽ പഠിച്ചെഴുതാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ മാർക്ക് നന്നായി സ്കോർ ചെയ്യുന്നവരോ ആണെങ്കിൽ നമ്മളത് അവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യണ്ട. അതെ, നമ്മളിപ്പോ ഈ 5 വിരലുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ഹാൻഡ് ആണ്. പക്ഷെ ഈ 5 വിരലിന്റെ സൈസ് ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ ഓരോ ഫിംഗറിന്റെ യൂസ് ഡിഫറെന്റ് ആണ്. Correct. നമ്മൾ എല്ലാരും കൂടെ തൊട്ട് പിടിച്ചാലേ എന്തെങ്കിലും പിടിക്കാനും പറ്റുള്ളൂ. അപ്പം ഒരിക്കലും നമ്മൾ സിബ്ലിങ്സിനെ തമ്മിലോ അല്ലെങ്കിൽ പിള്ളേരെ തമ്മിലോ കമ്പയർ ചെയ്യാനോ ഒന്നും ചെയ്യരുത്. ബിക്കോസ് ഹ്യൂമൻസ് ആർ ഓൾ ഇൻഡിവിജ്വൽസ് ആർ യുണീക്ക്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവനവന്റെ മനസ്സിൽ അതെ. ഒരു ഇതാക്കുക. പിന്നെ ഇപ്പൊ പഠിക്കുന്ന ഏജിൽ നിങ്ങളുടെ പ്രൈം ഗോള് പഠിക്കുക. നമ്മുടെ ഒരു വർക്ക്, എല്ലാവരും ഓരോ ജോബ്, ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് ആണെങ്കിൽ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ റോള് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഒരു റോള് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇപ്പോഴത്തെ പ്രൈമറി ഗോൾ എന്താന്ന് വെച്ചാല് നന്നായി പഠിക്കുക. ഈ ബ്രെയിൻ ഇപ്പൊ നല്ല അബ്സോർബിങ് പീരിയഡിലാണ്. അതെ. മാക്സിമം നോളജ് അബ്സോർബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തിനോടാണോ കൂടുതൽ ഇഷ്ടം അതിനെപ്പറ്റി കുറച്ചും കൂടി വായിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക. ഇത് എനിക്ക് ജോബായിട്ട് എടുക്കണം ആഗ്രഹം അല്ലെങ്കിൽ ബിസിനസ്സായി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവര് അതിലേക്ക് ഞാൻ എന്തൊക്കെ കോഴ്സസ് നോക്കണം എന്നോ ആ സബ്ജക്റ്റിൽ എനിക്ക് എത്ര അതെ. ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നും അതൊക്കെ നോക്കുക.
അതെ. ആരോ പറഞ്ഞതുകൊണ്ട് എനിക്ക് പേടിയായിന്നോ, ഞാൻ നെർവസ് ആയിരുന്നോ പറയണ്ട. നിങ്ങൾ പഠിച്ച ആൻസേഴ്സ് നിങ്ങൾക്ക് പേപ്പറിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് എഴുതാൻ പറ്റുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. അതെ. ഇവിടെ നമുക്ക് കുട്ടികളെയും കുറ്റപ്പെടാൻ ഉം, പറ്റില്ല. ഉം. അതുപോലെ പേരൻസിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാ അവരും ഈ പറയുന്നത് അയ്യോ ഞങ്ങളിപ്പൊ പറഞ്ഞില്ലെങ്കിൽ കുട്ടികൾക്ക് വേറെ ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടാ. പേരൻസിന് എപ്പളും സ്വന്തം മക്കളോട് സ്നേഹം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ മക്കള് കളിച്ച് വീട്ടിൽ സന്തോഷമായി ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ എല്ലാ പാരൻസും. പക്ഷെ അതിന്റെ ഇടയിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മാർക്ക് കുറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, പിന്നീട് അവര് തന്നെ സങ്കടപ്പെടില്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ് മതി കുറച്ചു നേരം പോയി പഠിക്കൂ, അത് കഴിഞ്ഞാൽ വെക്കേഷൻ എൻജോയ് ചെയ്താലോ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ മറക്കാൻ പാടാത്തൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല പഠിക്കാൻ. ഈ എൻവയൺമെന്റ് വീട്ടിൻ്റെ അകത്ത് പഠിക്കാൻ കിട്ടുന്നവരും ഇല്ല. നമ്മൾ പണ്ട് കുറേ കഥകൾ കേട്ടിട്ടുണ്ട്, അവിടെയും സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് പഠിച്ചു, ആഗ്രഹമുള്ളവർ എങ്ങനെയും പഠിക്കുന്നു പറഞ്ഞത്. അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ദൈവം തന്ന ബ്ലെസ്സിങ്സ്, നല്ല സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ, നല്ല ടീച്ചേഴ്സ് ഉണ്ടോ, നല്ല സ്കൂളുണ്ടോ, നല്ല പാരൻസ് ഉണ്ടോ, എൻകറേജ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ, അവരൊക്കെ ബ്ലെസ്സിങ് ആയി കൺസിഡർ ചെയ്യുക. ദൈവം തന്ന ആ ബുദ്ധീനെ നന്നായിട്ട് യൂസ് ചെയ്യുക. സോ അതെ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് റെൻ ആൻഡ് ഗോ. ബൈ.